പ്രധാൻ രാജിവെച്ചത് CJPയുടെ മാത്രം പോരാട്ടവീര്യം കൊണ്ടെന്ന് കരുതാനാവില്ല. വൈകിയെങ്കിലും പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി മാറിയ പ്രതിപക്ഷ സഖ്യത്തിനും ഈ വിജയത്തിൽ അവകാശമുണ്ട്. കോൺഗ്രസും CPM-ഉം ആം ആദ്മിയും ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിലെ പേരെടുത്ത പാർട്ടികളെല്ലാം ജെൻസി വിപ്ലവത്തിന് ഊർജം പകർന്നു. ആദ്യഘട്ടത്തിൽ ഔദ്യോഗിക പിന്തുണ പ്രഖ്യാപിക്കാതെ കാത്തിരുന്ന് കാണാം എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. പിന്നീട് പാർട്ടിയിലെ ചില നേതാക്കൾ സമരത്തോടും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യത്തോടും ഒളിഞ്ഞും തെളിഞ്ഞും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. രാഹുലോ പ്രിയങ്കയോ നേരിട്ട് CJPയുടെ സമരവേദിയിൽ എത്തിയില്ലെങ്കിലും കോൺഗ്രസിന് പിന്നീട് സമര തീവ്രത മനസ്സിലായി. ജൂലൈ 17-ന് സോനം വാങ്ചുക്കിന്റെ നിരാഹാരവേദിയിലെത്തിയ കോൺഗ്രസ് വക്താവ് പവൻ ഖേര പാർട്ടിയുടെ ഔദ്യോഗിക പിന്തുണ പരസ്യപ്പെടുത്തി. പിന്നീട് കണ്ടത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു മാസ്റ്റർ സ്ട്രോക്ക് മൂവ്മെന്റാണ്. മല്ലികാർജുന ഖാർഗെയുടെ പിറന്നാൾ ആഘോഷം എന്ന പേരിൽ ഒത്തുകൂടൽ. ആരും അറിഞ്ഞില്ല അത് പ്രതിഷേധ കടലിരമ്പത്തിന്റെ ആരവമാണെന്ന്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് കൈകൾ ബന്ധിച്ച മുതിർന്ന നേതാക്കൾ കൂട്ടത്തോടെ എത്തി. തെരുവ് യുദ്ധക്കളമായി. രാഹുലും പ്രിയങ്കയും നേതാക്കളും അറസ്റ്റിൽ. പിന്നാലെ സോണിയ രംഗത്ത്. 3 മണിക്കൂർ പിന്നിട്ടപ്പോൾ വിട്ടയച്ചെങ്കിലും അപ്പോഴേക്കും സമരം കോൺഗ്രസിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു. ഈ സമരത്തിന് ഇന്ത്യ മുന്നണിയെ പരിഗണിച്ചില്ലെന്ന അസ്വാരസ്യങ്ങൾ മൂർച്ഛിച്ചതോടെ അടുത്ത ദിവസം രാഹുലിന്റെ വീട്ടിൽ നിന്ന് 3 ബസ്സുകളിലായി എല്ലാ നേതാക്കളും ഒന്നിച്ച് സമരരംഗത്തേക്ക്. ഗാന്ധി സ്മൃതിയിൽ ദേശീയ ഗാനം ചൊല്ലി പിരിഞ്ഞെങ്കിലും സമരം ആവേശക്കടലായി മാറി. തുടരെ പാർലമെന്റിലെ ഇരുസഭകളും പ്രതിപക്ഷ വീര്യത്തിന്റെ ചൂടറിഞ്ഞു. കോക്രോച്ച് ജനതാ പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും പുറമെ ഇത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ കൂടി വിജയമാണ്. വരാനിരിക്കുന്ന തലമുറ അപ്രധാനരല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.